Once again, എല്ലാവർക്കും Al-Malabari YouTube ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ എങ്ങനെ ഒരു പുതിയ ആക്ടിവിറ്റി തുടങ്ങാമെന്നും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ആ ആക്ടിവിറ്റിയിലേക്ക് എങ്ങനെ പ്രവേശിക്കാമെന്നുമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ തുറക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലെ ഒരു ആക്ടിവിറ്റിക്ക് ഒരു ജാവ ക്ലാസും അതുപോലെ ഒരു XML ഫയലും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു ആക്ടിവിറ്റിയിൽ പോകലാണല്ലോ. അതിനാൽ നമുക്ക് ആദ്യം മറ്റൊരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുക. അതിനായി ആപ്പിൻ്റെ അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂ എന്നതിൽ നിന്ന് ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. അതിൽ എംപ്റ്റി ആക്ടിവിറ്റി, അതിൽ നിന്ന് ആക്ടിവിറ്റി നെയിം നമുക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ ലേഔട്ട് നെയിം, ആ ആക്ടിവിറ്റീൻ്റെ ജാവ ക്ലാസ് ആണ് ഇത് ആകൽ. ലേഔട്ട് നെയിം എന്നുള്ളടത്ത് അതിൻ്റെ XML ഫയലിൻ്റെ നെയിം നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതിൻ്റെ ലാംഗ്വേജ് ഏതാണ്, ടാർഗറ്റ് എവിടെയാണ്, സോഴ്സ് കോഡ്, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി ഇവിടെ ലോഡായി വരുന്നത് കാണാം. അതിൻ്റെ ഗ്രാഡുവൽ ബിൽഡ് നടക്കുകയാണ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി ഇവിടെ ലോഡായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ പോകാം. ആദ്യമായി അതിൻ്റെ ഇവിടെ കൺസ്റ്റന്റ് ലേഔട്ടാണ്. അതായത് ആ ആക്ടിവിറ്റിയുടേത് ഈ കൺസ്റ്റന്റ് ലേഔട്ട് എന്ന് പറയുന്ന ലേഔട്ട് നമുക്കത് ചേഞ്ച് ചെയ്ത് റിലേറ്റീവ് ലേഔട്ട് കൊടുക്കാം. യൂസേഴ്സിനനുസരിച്ച് ഇഷ്ടമുള്ളത് കൊടുക്കാവുന്നതാണ്. അത് ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ഉൾപ്പെടുത്തുന്നു. അതിൻ്റെ അടുത്ത് മാച്ച് പാരന്റ് കൊടുക്കുന്നു. മാച്ച് പാരന്റ് എന്ന് പറയുമ്പോൾ അത് മൊത്തം ടോട്ടലായി അതിൻ്റെ അടുത്ത് ടോട്ടലായി ഉപയോഗിക്കും. ഹൈറ്റ് വാക്കണ്ടർ, അതായത് അതിന് ആവശ്യാനുസരണം. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായി കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് തന്നെ ഇൻസെർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ടെക്സ്റ്റ് എന്നതാണ് ഒരു ആട്രിബ്യൂട്ട് ഇൻസെർട്ട് ചെയ്യുന്ന. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് കൊടുക്കുന്നു. ഇനി ടെക്സ്റ്റ് സൈസ് 50 DP കൊടുത്തു. 50 വേണ്ട, ഒരു 25 വേണം. അടുത്തതായി ടെക്സ്റ്റ് കളർ കൊടുക്കുന്നു. ടെക്സ്റ്റ് കളർ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആഷ് ഒരു 60, അതാണല്ലോ അതിൻ്റെ ബ്ലാക്കിൻ്റെ കോഡ്. അടുത്തതായിക്കാണ്ട് ഇപ്പോൾ ഇത് നമുക്കിവിടെ കാണാം. ഇതിൻ്റെത് ഇവിടെ ഈ സൈഡിലായിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിന് സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. ഗ്രാവിറ്റി സെൻറ്റർ കൊടുത്താൽ അത് സെൻറ്ററിലോട്ട് വരും. ഇനി താഴേക്കും കറക്റ്റ് ഈ ലേഔട്ടിൻ്റെ സെൻറ്ററിൽ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അതിന് ലേഔട്ട് സെൻറ്റർ വെർട്ടിക്കൽ എന്നത് കൊടുത്താൽ കറക്റ്റ് സെൻറ്ററിൽ വന്ന് നിൽക്കും. എന്നിട്ട് നമുക്ക് ഇതിനൊരു ID കൊടുക്കാം. ഈ ടെക്സ്റ്റ് വ്യൂക്ക് ഒരു ID നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അതിന് ടെക്സ്റ്റ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് വ്യൂ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ബട്ടണാണ്. അതുപോലെ തന്നെ നമുക്ക് ബട്ടൺ ഇൻസേർട്ട് ചെയ്യാം. അതിൻ്റെ വിഡ്ത്ത് വാപ്പ് കണ്ടർ കൊടുക്കാം, ഹൈറ്റും വാപ്പ് കണ്ടർ കൊടുക്കാം. ആ ബട്ടണിൽ ഒരു ടെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് ക്ലിക്ക് എന്ന് കൊടുക്കാം. എന്നിട്ട് ലേഔട്ടിൻ്റെ ഒരു ഐഡിയും കൊടുക്കാം. ബട്ടൺ എന്നാണ് ഞാൻ ഇതിൻ്റെ ID കൊടുക്കുന്നത്. ഇതിൻ്റെ ID കൊടുക്കൽ മസ്റ്റാണ്. എന്നാലേ നമുക്ക് ജാവ ഫയൽ നമുക്കതിനെ കറക്റ്റായി കിട്ടുകയുള്ളൂ. എന്നിട്ട് ഇത് ബട്ടണിനെ ഇതിനെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്നതിൻ്റെ അടിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. അതിനായി ലേഔട്ട് ബിലോ എന്നൊരു ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് ID എന്ന ഫസ്റ്റ് വൺ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ആക്ടിവിറ്റി എന്നതിൻ്റെ ടെക്സ്റ്റ്, അതായത് ആ ടെക്സ്റ്റിൻ്റെ ID, അതായത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റ് എന്നാണ്. ആ ടെക്സ്റ്റ് എന്ന് നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുണ്ടാകും. ഇനി അതിനെ നമുക്ക് സെൻറ്ററിലേക്ക് ആട്ടാം. അതിന് സെൻറ്റർ ഹൊറിസോണ്ടൽ എന്നൊരു ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്ത് അതിൽ ട്രൂ കൊടുക്കുക. അപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മാർജിനും കൊടുക്കാം. ഒരു വൃത്തിക്ക് വേണ്ടി മാർജിൻ കൊടുക്കുക. 10 DP മാർജിൻ കൊടുത്തു. അപ്പോൾ നമ്മുടെ ലേഔട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നമ്മുടെ ജാവ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് എന്തൊക്കെ വേണം? നമുക്കൊരു ബട്ടൺ മാത്രം മതി. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രൈവറ്റ് ബട്ടൺ എന്നിങ്ങനെ ഡിഫൈൻ ചെയ്തു. ഇത് ബട്ടൺ ക്ലാസ് ഇവിടെ ആഡ് ആവാത്തത് കൊണ്ടാണ്. അതിന് വേണ്ടി നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ കാണാം ഇമ്പോർട്ട് ക്ലാസ് എന്ന് പറയുന്നുണ്ട്. അതിന് Alt Enter ക്ലിക്ക് ചെയ്താൽ ഇമ്പോർട്ട് ക്ലാസ് എന്ന് വരും. ഇമ്പോർട്ട് ക്ലാസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആ ബട്ടൺ എന്നതിന് ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഈ ബട്ടൺ എന്നതിന് നമ്മൾ ഇതിലെന്താണ് വാല്യൂ കൊടുക്കുന്നത് ചെയ്തിട്ടില്ല. അത് ഞാൻ BTN എന്നാണ് കൊടുക്കുന്നത്. BTN
അപ്പോൾ ബട്ടൺ നമ്മൾ ഇൻസേർട്ട് ചെയ്തത് BTN എന്ന പേരിലാണ് നമ്മൾ ഇതിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് BTN നമുക്ക് ഈ BTN എന്നതിനെ നമ്മൾ ഈ ലേഔട്ടിൽ ഇവിടെ ചെയ്ത ഈ ബട്ടണുമായി ലിങ്ക് ചെയ്യാം. അതായത് ഇതിനുമായി ലിങ്ക് ചെയ്യാം. അതെങ്ങനെ നോക്കാം. അതിന് ബട്ടൺ ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ID എന്നൊരു ഇൻസേർട്ട് ചെയ്ത് r.id. അവിടെ നമ്മൾ ബട്ടൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ബട്ടൺ എന്നത് സെറ്റ് ചെയ്യുക. എന്നിട്ട് സെമിക്കോളൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലേഔട്ട് ഫയലിലുള്ള ബട്ടൺ ഈ ഇതിലുള്ള ബട്ടണുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ മറ്റു ആക്ടിവിറ്റിയിലേക്ക് പോകാം എന്നത് നോക്കാം. അതിന് ബട്ടൺ, അതായത് ഇവിടെയുള്ള ബട്ടൺ .set on click listener, ആ കോമൻറ്റിനുള്ളിൽ ന്യൂ വ്യൂ ഓൺ ക്ലിക്ക് ലിസണർ ഒന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓവർറൈഡായി ഒന്ന് കാണാം. പബ്ലിക് ഓൺ ക്ലിക്ക് ഓവർറൈഡായി ഒന്നതായി കാണാം. ഇതിനുള്ളിൽ നമ്മൾ ഇൻഡൻറ്റ് ഉപയോഗിച്ചാണ് ഈ ആക്ടിവിറ്റി പ്രവർത്തിക്കുന്നത്. ഇൻഡൻറ്റ് എന്നത് കൊടുത്തിട്ട് ഈ ഇൻഡൻറ്റിന് ഒരു നെയിം കൊടുക്കുക. ഇൻഡൻറ്റ് എന്നുള്ള നമ്മളൊരു ആട്രിബ്യൂട്ട് നമ്മളിവിടെ കൊടുത്ത് അതിനുള്ള നെയിം കൊടുക്കുക. അതിന് ഞാൻ ന്യൂ ആക്ടിവിറ്റി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈക്വൽ ടു ന്യൂ ഇൻഡൻറ്റ്. അവിടെ നമ്മളുടെ മെയിൻ ആക്ടിവിറ്റി, അതായത് ഈ ആക്ടിവിറ്റിയുടെ മെയിൻ കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യുക. അതായത് മെയിൻ ആക്ടിവിറ്റി .this എന്ന് കൊടുക്കുക. .this നമുക്ക് ഇനി ഏത് ആക്ടിവിറ്റിയിലേക്കാണ് പോകാനുള്ളത്, അതായത് മെയിൻ ടു ആക്ടിവിറ്റി, നമ്മൾ ഈ ആക്ടിവിറ്റിയിലേക്കാണ് ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ മെയിൻ ടു ആക്ടിവിറ്റി .class എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെമിക്കോളൻ കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് കൊടുക്കുമ്പോൾ അവിടെ 2 കോളം കാണാം. അവിടെ ഈ ന്യൂ ആക്ടിവിറ്റി എന്നുള്ളത് ഇവിടെ കൊടുക്കുക. ന്യൂ ആക്ടിവിറ്റി. അതോടെ നമ്മളുടെ പ്രവർത്തനം കഴിഞ്ഞു. ഈ ആക്ടിവിറ്റി മെയിൻ 2ൽ നമുക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് വ്യൂ ഇൻസേർട്ട് ചെയ്യാം. അത് നമുക്ക് ഈ ടെക്സ്റ്റ് വ്യൂ നേരെ നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്നുള്ളിടത്ത് സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് കൊടുക്കുന്നു. അതേപോലെ ഇവിടെയുള്ള ഈ ലേഔട്ട് നമ്മുടെ റിലേറ്റീവ് ലേഔട്ടായി തന്നെ ഡിക്ലെയർ ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്ത് നോക്കാം. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഇതിൽ ഗ്രാബി റണ്ണിങ്ങിൽ എറർ എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നത് കാണാം. അതായത് എറർ ഒന്നുമില്ലാതെ കാണിക്കുന്നു. ഇവിടെ എന്തോ ഇൻസ്റ്റാളേഷൻ ഫെയിൽഡ് എന്ന് കാണിച്ചു. നമുക്ക് ഇവിടെ കൊണ്ടുപോയി want to uninstall existing application, അതിലുള്ള എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇൻസ്റ്റാൾ ആവുന്നതായി കാണാം. നമ്മുടെ ആക്ടിവിറ്റി ലോഞ്ച് ആവുന്നു. ഇവിടെ ഫസ്റ്റ് ആക്ടിവിറ്റി, അതിൻ്റെ അടുത്തായ ഒരു ബട്ടൺ ഉണ്ട്. നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ആക്ടിവിറ്റിയിൽ പോകും. നമുക്ക് നോക്കാം. അവിടെ നമ്മൾ സെക്കൻഡ് ആക്ടിവിറ്റി വന്നു. നമുക്ക് ബാക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി കാണാം. അത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ പോയി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും നന്ദി. ശുഭദിനം.